അപ്പോൾ ഇന്ന് ഇടിയപ്പവും മുട്ടക്കറിയുമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതേ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നെയ്യിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. കുഴച്ചെടുക്കാം. അപ്പോൾ അതേണ്ട ഇടിയപ്പത്തിനുള്ള പൊടി നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. സെറ്റായിട്ടുണ്ട്. അപ്പോൾ മുട്ട പിഴിഞ്ഞെടുക്കാം കേട്ടോ, മുട്ടക്കറിയൊക്കെ. അപ്പോൾ ഇടിയപ്പം റെഡിയാക്കാൻ പോണേണ് കേട്ടോ. നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പച്ചരി അത്ര നല്ലതല്ലെന്ന് തോന്നണം കേട്ടോ, പശയാണെന്ന് തോന്നണം. അപ്പോൾ ഇടിയപ്പം ഒരുവിധമൊക്കെ ആക്കി. ഇതിൻ്റെ പിന്നെ അരിപ്പൊടിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നണം കേട്ടോ. ഇങ്ങനെ പൊടിഞ്ഞൊക്കെ വീണേക്കണത്. ഇതിന് ഉണ്ടാക്കി കഴിയുമ്പോൾ അറിയാം എന്താ പരുവെന്ന്. കാണിച്ചു തരാം ഞാനത് കഴിയുമ്പോൾ കേട്ടോ. പശരിയാണോ എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ പൊട്ടിയാണ് വീണത്. അപ്പോൾ ഇത് വേവിച്ചിട്ട് നോക്കാം നമുക്ക് എന്താകുമെന്ന്. അപ്പോൾ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലൊരു മുട്ട ഇങ്ങനെ ചാടിപ്പോയി, പുറത്തോട്ട് ചാടി വന്നു. ഇതൊക്കെ ഒന്ന് പൊളിച്ചെടുത്തിട്ട് വരാവേ. അത് മുട്ടക്കറി വെക്കാനായിട്ട് ഇതേ സവാളയൊക്കെ വഴറ്റണേ കേട്ടോ. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാ സാധനങ്ങളും ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. മുട്ടക്കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി കേട്ടോ. തക്കാളി ഇടുന്നില്ലേ. അപ്പോൾ നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിനെ എടുത്ത് നോക്കാം നമുക്ക്. മുട്ട ഇങ്ങനെ പൊളന്ന് വെച്ചിട്ടുണ്ട്, എന്നാലും അതിൽ മസാലയൊക്കെ പിടിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതേണ്ട ഇടിയപ്പം ഒരുവിധമൊക്കെ ഉരുട്ടിപ്പരട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല മഴയുണ്ട്, മഴയുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ മുട്ട റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. ഇടിയപ്പവും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കഴിക്കാൻ വേണം.